ഗൈസ്. അപ്പൊ നമ്മള് എന്താ ഈടെ ആരെ സുദേശല്ലേ നമുക്ക് പ്രാവിനെ കൊണ്ടു തന്നെ. സുദേശ് നമുക്ക് 2 പ്രാവിനെ കൊണ്ടു തന്നായിരുന്നു. പക്ഷെ അതില് ഒരു കറുത്ത പ്രാവ്, ആൺപ്രാവ് പറന്നുപോയി. ഇവിടെ ഇറക്കി വിറ്റങ്ങാണ്ടാന്ന് തോന്നുന്നു. പ്രാവിനെ നിർത്താണിക്കോ അപ്പൊ നിലവിലുള്ള പ്രാവിനെ നമ്മള് ഭയങ്കര ആഗ്രഹിച്ച് സുദേശിനോട് പറഞ്ഞ് മുട്ട കഴിഞ്ഞപ്പോഴേ പറഞ്ഞു വെച്ചതാ. പക്ഷെ പറന്നുപോയി, ഇത് ചെയ്യാനെന്ന് പറഞ്ഞ. അപ്പൊ അത് ഇഷ്ടക്കുറവ് കാണിക്കുന്നുണ്ടേ അത് ഭയങ്കരമായിട്ട്. നേരത്തെ ഇത്രയൊന്നും പറക്കലായിരുന്നു കണ്ടാ, ഭയങ്കര പറക്കലാ അത്. ഇതാണ് നമ്മുടെ കയ്യിൽ നിലവിലുള്ള പ്രാവ്. ഇതിന്റെ പറന്നു പോയതാണെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഇത് വന്നാ പിന്നെ മറ്റേ വരണ്ടല്ലേ, എനിക്ക് തോന്നുന്നു വല്ല ഇതും പിടിച്ചെന്ന്. വഴി തെറ്റിയാലും ഇവിടുത്തെ നാടൻ പ്രാവിന്റെ കൂടെ തിരിച്ചു വരണ്ടല്ലോടാ. അപ്പൊ ഏതായാലും ഗൈസ് നമുക്ക് ഇത് കമ്പനിക്കാരന് മേടിച്ചു കൊടുക്കണം. അപ്പൊ കമ്പനിക്കാരന് മേടിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ആരൊക്കെ സുധീഷ് പ്രാവിനെ സെലക്ട് ചെയ്യാളല്ലേ. എന്നാ സുധീഷ് ഇവിടെ വരാം, നമുക്ക് സെലക്ട് ചെയ്യാം. സുധീഷ് കുഴപ്പമില്ലാന്നല്ല പറഞ്ഞ, വരണ്ടെന്നല്ല പറഞ്ഞ. വേണ്ട എടാ, ആണിഞ്ഞ മാത്രമായിട്ട് കിട്ടുമോ കടയിലൊക്കെ പോയാ? അപ്പൊ ഗൈസ് നമുക്ക് അപ്പം ഒരു കൂടെടുക്കണം. കൂടെടുത്തിട്ട് നമുക്ക് സ്കൂട്ടറിൽ പോകുന്നതായിരിക്കും നല്ലത്. സ്കൂട്ടറിലെ ജമ്പിലേക്ക് എണ്ണ അടിച്ചേക്കാം. അപ്പൊ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളൊരു കൂടെടുത്തിട്ടുണ്ട്. ആ കൂട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ പ്രാവിന് ഇട്ടുകൊണ്ട് വരാൻ ചിലപ്പോൾ അവിടെ നിന്ന് ഒരു കൂട് തരാൻ സാധ്യതയില്ല. അപ്പൊ ഈ കൂട് നമുക്കൊന്ന് കൈ കരുതിയേക്കാം. അപ്പൊ ഈ കൂട് പിടിച്ചോ. അപ്പൊ ഏതായാലും നമുക്കിനി കൂട് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, മേടിക്കാൻ വന്നത് നമ്മള് തെക്കച്ചുള്ള പെറ്റ്സുകളിലാണ്. പെറ്റ്സുകളിൽ വന്നപ്പോ ഇവിടെ പ്രാവില്ലാന്നാ പറയുന്നത്. ഇവിടെ നമുക്ക് എന്താ ജാവയും പിന്നെ ലവ് ബേർഡ്സ് ഒക്കെ ഉള്ളു. നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് ബാക്കിലാ വേഗം നോക്കിയാൽ നല്ല രസമായി. വെളിയിലൊക്കെ ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് നമ്മൾ ഇളതായിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ജ്യൂസ് കുടിക്കാൻ ഇറങ്ങിയതാണ്. എന്ത് ജ്യൂസാണ്? കപ്പളങ്ങ മാങ്ങ ജ്യൂസാണ്. ഫ്രിഡ്ജിൽ കുറേ ജ്യൂസ് ഇരിപ്പുണ്ട്. നമുക്കെല്ലാം ട്രൈ ചെയ്യാൻ സമയമില്ല. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ എത്തണം. എല്ലാം ട്രൈ ചെയ്യാൻ. കുടി എങ്ങനെയാണെന്ന് പറയാ. എങ്ങനെയുണ്ട്? കൊള്ളാലേ? ഇതങ്ങനെ പ്രാവിന് ശേഷം നമുക്ക് പ്രാവിനെ കിട്ടിയില്ല. എല്ലാവരും സങ്കടപ്പെട്ട് തിന്നായിരിക്കും ദൃശ്യങ്ങളാണ് ഇതിപ്പോ പ്രാവ് കാണുന്നതായിരുന്നു ഞങ്ങൾ ആദ്യം. നമുക്ക് പ്രാവ് കിട്ടിയില്ല. പിന്നെ നമുക്ക് എന്താ ചെയ്യുന്ന കൊണ്ടുപോകും. 2 പ്രാവിനെ ഒന്നിച്ചിറക്കി വിട്ട് ഒന്നിച്ച് ട്രെയിൻ ചെയ്യണം എന്നാണ് നമുക്ക് ആഗ്രഹം. പക്ഷെ ഇപ്പൊ ഏതായാലും നമുക്ക് ഉണ്ടായിരുന്ന പ്രാവിനെ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞ് എടുത്ത് വെളിയിലിട്ട് പറപ്പിച്ചോണ്ടിട്ടുണ്ട് മാറ്റോട്ടോ. ആ പ്രാവിനെ അല്ലാതെ മഴ ഇങ്ങോട്ട് വന്നാൽ പിന്നെ സീനാക്കാനുള്ള പരിപാടിയാണ് ഞാൻ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ പ്രാവിനെ പിടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പ്രാപിക്കുന്നത്. ട്രെയിൻ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞ് വെളിയോട്ടെടുത്തിട്ട് അത് പറന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. പറന്ന് എന്തോരം ഹൈറ്റിലോട്ട് പൊങ്ങാൻ പറ്റുമോ അത്ര ഹൈറ്റിൽ അത് പൊങ്ങിയിട്ടുണ്ട്. ഇനി അവസ്ഥയിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. നമുക്ക് ലൈവ് ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ. ഓരോ പ്രാവശ്യം പിടിക്കാൻ പോകുന്നവരും ഹൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്കും കൂടെ. ഓക്കെ, പറന്നത് അവിടെ ഇരിക്കുന്ന വെച്ചാൽ അവിടെയാണ് ഇപ്പൊ ഇരിക്കുന്നത് കേട്ടോ. മഴ പ്രാവിനെ കാണാൻ ലക്ഷണമാണ്. എന്താ അവിടെ സുധീഷാനെ പേടിപ്പിക്കണ്ട, വൈകിട്ട് വന്നോളൂ. പേട്ടയിലൊന്നും പ്രാവിനെ കിട്ടാത്തതുകൊണ്ട് നമ്മള് എങ്ങോട്ടാ വേണ്ടി പോവാ? പാലായിക്ക് പോയിട്ട് പ്രാവിനെ മേടിക്കാൻ. അതെ, നമുക്ക് ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നമ്മുടെ പ്രാവ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് ഇപ്പം. നമുക്ക് അതിന് എന്തായാലും കൂട്ടൊക്കെ ആക്കി വൈകിട്ട് സെറ്റാക്കാം. ഇറങ്ങിയോ എല്ലാവരും ഇറങ്ങിക്കോ. അപ്പൊ നമ്മളെപ്പോഴും ഇവിടെ നിന്നാണ് സാധനം മേടിക്കാറ്. നമ്മള് എപ്പോഴും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മള് മുമ്പ് വീട്ടിലേക്കൊക്കെ ഇവിടെ നിന്നാണ് സാധനം മേടിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇവിടെയുള്ള ഐറ്റംസ് എല്ലാം കാണിച്ചു തരാം. അക്വാ വേൾഡ് എന്നാണ് പെറ്റ്സ് വേൾഡിന്റെ ആകാം. പെറ്റ്സ് ഫിഷ് ഒക്കെ ഉണ്ട്. വിളിച്ചു ചോദിച്ചിട്ടാണ് വന്നത് നമ്മള്. ഇതാണ് നമുക്ക് വേണ്ട ഐറ്റം. നല്ല അടിപൊളി മൈൽക്രാവുകളുണ്ട്. നല്ല അടിപൊളി കോഴിയുണ്ട്, വെറൈറ്റി കോഴി. അതെ, എവിടെ അതേ കിടക്ക്
അപ്പൊ നമ്മള് ഈ പൂവനെ എടുക്കാന്നാണ് നമ്മള് വിചാരിച്ചിരിക്കുന്നത്. ഇതിന്റെ തലയൊക്കെ നല്ല ഒരു അടിപൊളി തല കേട്ടോ. ഒരു എന്താ പറയുന്നത് നമുക്ക് കഴിഞ്ഞാൽ എന്ത് തലയെന്നാ പറയുന്നത്? ആ രാജാവിന്റെ തല. പിഞ്ചസ് അല്ല, മറ്റേ കോഴിയില്ലേ, മറ്റേ കിളകിളാന്ന് വെച്ചേക്കുന്നത്. ഇതുമായിട്ട് പോയ ഉമ്മേനെ കടക്കും. താറാവിന് അതെല്ലാം ആർക്കോ ഞങ്ങളെന്തെങ്കിലും നന്നായി എടുക്കുവോ? താറാവിനെ നന്നായി എടുക്കും. ഇടത്തരാണെങ്കിലോ തൊണ്ണൂറിന്റെ കുഞ്ഞാ. 2 രൂപയ്ക്കൊക്കെ ഉണ്ട്. 2 രൂപ 2000. ഇതേതാ മീൻ? നല്ല അടിപൊളി മീൻ കിടപ്പുണ്ട് ഇവിടെ. മറ്റേ സാധനം പാണ്ടാമൂളി. പാണ്ടാമൂളിയാണ് ഇത്. നമ്മുടെ കുറെ ഐറ്റം ഇവിടെ നമ്മുടെ ഫിഷിംഗ് ഫ്രീസ് ഒക്കെ മീൻ മേടിക്കാൻ പറ്റുന്നത് ഇവിടെയാണ്. അല്ല ഇവിടെ നിന്നല്ലേ? കോട്ടയത്ത് നിന്നാണ്. ഏതാ മീൻ? ക്യാറ്റ് ഫിഷ്. ഇതേതാ മീൻ? ഇത് മറ്റേ സാധനം ഓസ്കാർ. ഇതെല്ലാം അതിന്റെ മീനാണോ? ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ, ഒന്നും പേടിക്കണ്ട. ഇഷ്ടംപോലെ ഐറ്റം മേടിച്ചോണ്ട് പോവാം. എന്തെങ്കിലും മേടിക്കാൻ പോലെ മീനൊക്കെ നല്ല കണ്ണ അടിപൊളി മീനൊക്കെ ഉണ്ട്. നമ്മളിവിടെ നിന്നാണ് എപ്പോഴും ഷോപ്പ് ചെയ്യാറ്. അപ്പൊ പ്രാവിന് മേടിക്കുമല്ലേ? പ്രാവിന് മേടിക്കല്ലേ? പ്രാവിന് മേടിക്കല്ലേ നമ്മള്? കൊണൂറിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇതിനകത്തൂടെ കാണി. എത്ര രൂപ? 2000. ജോഡി കേട്ടോ. ജോഡി കേട്ടോ നമുക്ക് എടുക്കാൻ പറ്റും. എന്നാലും തരാന്നേ ഉള്ളൂ. ഇവിടെ ഷുഗർ ഗ്ലൈഡർ ഒക്കെ ഇരിപ്പുണ്ടോ? ഒളിച്ചിരിക്കുക നമ്മളെ കണ്ടിട്ട്. കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വെളിയിറങ്ങി വരുന്നില്ല. എന്തായാലും ഇതൊക്കെ മേടിക്കാം നമുക്ക്. ഇതാണ് നമ്മളെ കടയുടെ അകത്തുനിന്നുള്ള വ്യൂ. കൂടെടുത്തില്ല. എടുത്തായിരുന്നോ? നമ്മളെ പ്രാവിനെ നമ്മൾ കൂടി കയറ്റിട്ടുണ്ട്. പോവാം. കൂടെ മേടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചത്. സിംജസ് ഇപ്പൊ വില കൂടുതലാണ്. നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം മേടിക്കാം. കുറച്ച് വിഷമം മാറും. അവർ ആ കൂട്ടി കിടക്കുന്ന 2 പേരും പൂവന്മാരാണോ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഏതായാലും സന്തോഷമായി. ഞാൻ നമ്മുടെ വീട്ടിലുള്ള പ്രാവിന്റെ കൂട്ടായി. മറ്റേ പ്രാവ് ബ്രൗൺ ആയിരുന്നു, കറുപ്പായിരുന്നു മറ്റേ പ്രാവ്. ചെറിയൊരു വൃത്തിക്കുറവുണ്ടല്ലേ? ഇത് പറക്കാത്ത പ്രാവാണല്ലോ. ആദ്യമായിട്ട് പറക്കാൻ അറിയാതിരിക്കും കഴിഞ്ഞ്. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഏതായാലും വണ്ടി കയറാം. അപ്പം പെട്ടെന്നുള്ള ഷോപ്പിംഗ് ആയിരുന്നു, എല്ലാം കഴിഞ്ഞു. ഇനി വണ്ടി കയറാം. അപ്പൊ നമുക്ക് ഇനി വീട്ടിൽ എത്തിയിട്ട് ആക്കി ഇടുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ടൈമാണ് പ്രാവിനെ മടി വെച്ചേക്കുന്നത്. പ്രാവ് അപ്പിടായിരിക്കാൻ വേണ്ടി അടിയിൽ കവർ വെച്ചിട്ടുണ്ട്. നമ്മളെ പ്രാവിന്റെ ജടയെല്ലാം കാണാൻ കൊള്ളാം. ജട എന്താ? നമ്മള് വീട്ടിലെത്തി നമ്മള് പ്രാവിനെ കൂട്ടിൽ ചടങ്ങാണ് ഇപ്പൊ നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മള് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ കശുവണ്ടി താറാവാണ്. കശുവണ്ടി താറാവ് സ്നേഹമുള്ളതാണ്. കയറ്റിട്ടോ, കൂട്ടി കയറ്റിട്ടോ. നമ്മുടെ പ്രാവ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. നമ്മുടെ ആള് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ചേട്ടൻ പോയിട്ടില്ല കേട്ടോ.
പ്രാവിനെ അൺബോക്സ്. പിന്നെ ശ്രീസ് നല്ല പ്രാവിനെ പിടിക്കാനൊക്കെ അറിയാം, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രാവിനെ കൂട്ടിയിടാൻ വേണ്ടി പോവാണ്. 3 പേരും കൂടെ കൈ പിടിച്ച് കൂട്ടിയിട്. 3 പേരും കൂടെ. അയ്യോ ആ വിട്ടോ. ആ അത് തന്നെ. ഓക്കെ, കൈയടിച്ചേ. അപ്പം എന്തായാലും ഇന്ന് രാത്രിയാകുമ്പം ഇവരെ തിരിച്ച് കൂട്ടി കയറും. അപ്പോഴത്തേക്ക് നമുക്കെല്ലാം സെറ്റ് ആക്കണം. ഒരാഴ്ച തുറന്നുവിടാൻ നമുക്ക് ഇവരെ സെറ്റ് ആക്കണം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ പ്രാവിൻ്റെ കൂട്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഓക്കെ, ബൈ.